ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രം എൻ്റെ യേശുവേ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രം എൻ്റെ യേശുവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, വി ആർ റെഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 25 തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 25. For I know that my Redeemer lives, and at the last he will stand upon the earth. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ആമേൻ. ഞങ്ങൾ പാറയും വീണ്ടെടുപ്പാരമായ കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. നമ്മുടെ രോഗങ്ങൾ മരണത്തിനല്ല, കർത്താവിന്റെ കയ്യിലെ ഉപകരണമാക്കാനാണത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായത് സകലതും ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയും. ഇയ്യോബച്ചന്റെ ജീവിതത്തിലെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്രകാരമുള്ള വലിയൊരു സന്ദേശമാണ്. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 25-ാമത്തെ വാക്യം തുടക്കത്തിൽ ഞാൻ വായിച്ചു. 26-ഉം 27-ഉം പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ചാപ്റ്റർ 19 വേഴ്സ് 26. And after my skin has been thus destroyed, yet in my flesh I shall see God, whom I shall see for myself, and my eyes shall behold, and not another. My heart faints within me. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഉടുക്കൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവിടുത്തെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്
ഇയ്യോവിൽ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം ഇയ്യോവിനെ വീണ്ടെടുത്തത്. ഇയ്യോബ് അപ്പച്ചനിൽ ദൈവത്തിന് വിശ്വാസമുണ്ടായിരുന്നു. നമ്മളിലേക്കൊന്ന് വരാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് നമ്മളിൽ വിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് തെളിയിച്ചു കാണിച്ചു കൊടുക്കണം. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ഉറപ്പുണ്ടായിരിക്കണം. പലപ്പോഴും അത് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. ഇയ്യോബ് അപ്പച്ചനെ പോലെ എൻ്റെ കർത്താവിന് എന്നിൽ വിശ്വാസമുണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇയ്യോബ് അപ്പച്ചന് ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിന് ഇയ്യോബിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം ഇയ്യോബിനെ വീണ്ടെടുത്തത്. മാത്രമല്ല, ഇയ്യോബിന്റെ വിശ്വാസത്തിന് ആധാരം നേട്ടങ്ങളായിരുന്നില്ല. സ്തോത്രം. നമ്മുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാലേ വിശ്വാസം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്. ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിധി, നമ്മുടെ നശിച്ചു പോകാത്ത നിധി. അതുകൊണ്ടാണ് കഷ്ടങ്ങൾ കൊടുത്തത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് ഇയ്യോബ് അപ്പച്ചൻ വിശ്വസിച്ചു. വീണ്ടെടുപ്പിന്റെ വഴി അനുരഞ്ജനത്തിന്റെ വഴിയാണ്. സ്നേഹിതന്മാരുടെ ഉപദേശത്തിന് വഴങ്ങാത്ത ഇയ്യോബ് സർവശക്തനോട് തർക്കിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇയ്യോബ് ദൈവവുമായി അനുരഞ്ജനത്തിന് തയ്യാറായി. താഴ്മയോടെ ഇയ്യോബ് അപ്പച്ചൻ പറയുന്നു എന്ന് ശ്രദ്ധിക്കണേ. ഇയ്യോബിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ വ്യക്തമായിട്ട് നമുക്കവിടെ അത് കാണാൻ കഴിയും. ഇയ്യോബ് ചാപ്റ്റർ 40 verse 4, Behold, I am of small account. What shall I answer you? I lay my hand on my mouth. 5-ാമത്തെ വാക്യം, I have spoken once, and I will not answer. Twice, but I will proceed no further. ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. ഹല്ലേലൂയ. ഇയ്യോബ് അപ്പച്ചന് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയ്യോബ് അപ്പച്ചൻ ചോദിച്ച പോലെയൊക്കെ നമ്മളൊക്കെ ചോദിച്ചെന്നിരിക്കും. എന്നാൽ ദൈവം അതിന് വളരെ സ്നേഹത്തോടെ നമ്മളോട് മറുപടി പറയും. സ്തോത്രം. ആ മറുപടി നാം കേൾക്കുമ്പോൾ ഇയ്യോബ് അപ്പച്ചനെ പോലെ ഒരു പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താ ചെയ്തത്? ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് ഉത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു പോയി, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. അടിയനിതാ പൂർണ്ണമായി എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹത്തിന്റെ പുതുവഴികൾ കർത്താവ് തുറന്നു തരും. വീണ്ടെടുപ്പിന്റെ വഴി സ്വയത്തെ താഴ്ത്തുന്നതാണ്. സർവശക്തനായി ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ ഇയ്യോബ് തന്റെ ജീവിതത്തിലെ താഴ്ചകളെയും വീഴ്ചകളെയും സ്വയത്തെയും കാണുന്നു. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്നത്. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുമ്പോൾ. ഈ നൊയമ്പുകാലം എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ കൈയും കാലും വളരാൻ അനുവദിച്ചു കൊടുക്കുന്ന സമയമൊന്നുമല്ല. അതൊക്കെ ഓടിച്ചു കളയേണ്ട സമയമാണ്. മൂക്കി പഞ്ഞുവെക്കുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഹല്ലേലൂയ. ആ സ്വയം ഞാനെന്ന ഭാവത്തെ തച്ചുടക്കുന്നതാണ് ഈ തപസ്സുകാലം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2, 5, 6 വാക്യങ്ങൾ. നിനക്ക് സകലവും കഴിയുമെന്ന് നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഈ തപസ്സുകാലത്ത് നമ്മളാരും ചാരത്തിലും പൊടിയിലും ചാക്കിലൊന്നും നടക്കത്തില്ലല്ലോ. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിലും അങ്ങനെയുള്ള റോയൽ ഉള്ള ട്രീറ്റ്മെൻറ്റിലും ഒക്കെയാണ് നോയമ്പ് കാലത്തിലും ഒക്കെ പോകുന്നത്. സ്തോത്രം. ഇയ്യോബ് അപ്പച്ചൻ താഴ്ന്നു വന്നതുപോലുള്ള ഒരു താഴ്മയും ഒരു ഇന്നർ ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ സ്തോത്രം, നമുക്ക് ഇയ്യോബ് അപ്പച്ചൻ ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമുക്ക് നടക്കാൻ കഴിയുമെന്നേ. വീണ്ടെടുപ്പിൽ കൂടി പ്രത്യാശയും നിത്യതയും കൈവരുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26, 27 വാക്യം. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിനെ മുഖാമുഖം കാണും.
കാണും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ കണ്ണ് കുറച്ച് കാഴ്ച കുറവാണ്, തിമിരമൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഈ ചെറിയ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. എങ്കിലും നമ്മൾ പൊടിയാണെന്ന് അറിയുന്ന ദൈവം നമ്മളെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നയിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ വഴി അനുരഞ്ജനത്തിന്റെ വഴിയാണ്, സ്വയം വെറുക്കുന്ന വഴിയാണ്, ദൈവ തിരുമുൻപിൽ താഴുന്ന വഴിയാണ്. അത് പ്രത്യാശയുടെയും നിത്യതയുടെയും വഴിയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സർവരുമേ പ്രത്യാശയുടെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അപ്പ അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇയ്യോബച്ചനെ പോലെ കർത്താവേ ഞങ്ങളെ തന്നെ എപ്പോഴും താഴ്ത്തി അവിടുന്ന് ഇയ്യോബച്ചനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാവ്യത്യാസമന്യേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇയ്യോബച്ചൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെറുപെറുക്കാതെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഒരു പടി കൂടി അവിടുത്തെ ദർശിക്കുവാനുള്ള ആന്തരിക കണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള മക്കൾ കർത്താവെ അങ്ങേ അറിയുവാൻ എല്ലാ സംസ്ഥാനങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. വിശേഷാൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓഫീസുകളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ മണ്ഡലത്തിൽ ഹല്ലേലൂയ ഉണ്ടാകുന്ന എല്ലാ കോമ്പറ്റീഷനെയും അതിജീവിച്ചുകൊണ്ട് കർത്താവേ സ്തോത്രം. നിന്റെ മക്കൾ തൊടുന്ന എല്ലാത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്നിടത്തേക്കും കരം കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കാലഘട്ടത്തിൻ്റെതായ കെണികളിൽ മക്കൾ വീണു പോകാതെ ഹല്ലേലൂയ വിശുദ്ധിയോടെ വിജ്ഞാനത്തോടെ സ്തോത്രം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. അതെ കർത്താവ്, ദൈവഭയമുള്ള തലമുറകളായി ജീവിക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന തലമുറകളായി വേറിട്ട് നിൽക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ദൂരസഞ്ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഇയ്യോബച്ചനെ പോലെ കർത്താവേ ഹല്ലേലൂയ. ഓ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളെ ജയിച്ച് പുറത്തു വരുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പാ ഒരിക്കൽ കൂടി ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. എനിക്ക് ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്.